If f is a random variable following f distribution with n1, n2 degrees of freedom, prove that the distribution of y is equal to 1 by f if f distribution with n2, n1 degrees of freedom. അപ്പോൾ ഇത് എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഇഫ് എഫ് ഫോളോസ് എ എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1, n2 degrees of freedom, then 1 by f will follow a f distribution with n2, n1 degrees of freedom. ഇതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എഴുതുകയാണ്. അപ്പോൾ എഫ് ഓഫ് എഫ് is equal to n1 raised to n1 by 2, n2 raised to n2 by 2 divided by beta n1 by 2, n2 by 2, f raised to n1 by 2 minus 1 divided by n1f plus n2 whole raised to n1 plus n2 divided by 2. f is greater than 0. അപ്പോൾ ഇത് നമ്മൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് n1, n2 എന്ന് പറയുന്ന ഒരു എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 by എഫിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നാണ്. അത് നമ്മൾ y എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ y is equal to 1 by എഫിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ് നമുക്ക് കാണിക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ y-ൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് y is a function of f. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് the PDF of y is given by g of y കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിളിൻ്റെ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ g of y is equal to f of f into 1 divided by modulus of dy by df. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ g of y കണ്ടുപിടിക്കുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ വേരിയബിൾ എക്സിൻ്റെ PDF എങ്കിൽ നമ്മൾ g of y വേർ y is a function of x നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 by modulus of dy by dx ആണ്. അപ്പോൾ അതേപോലെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എഫ് ആണ് നമ്മൾ റാൻഡം വേരിയബിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ g of y കണ്ടുപിടിക്കുന്നത്. അപ്പോൾ g of y കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ആദ്യം dy by df അറിയണം അല്ലേ. വാട്ട് ഈസ് y ഹിയർ? ഹിയർ y is equal to 1 by capital F അല്ലേ. അപ്പോൾ ദെൻ dy by df is equal to minus 1 by f square. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എഫ് ആ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വേണ്ടത് മോഡുലസ് ഓഫ് dy by df ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് dy by df is equal to 1 by f square. പിന്നെ നമ്മൾ എന്താ g of y ചെയ്യുന്നത്? g of y is equal to f of f into 1 by f 1 divided by 1 by f square ആണ് ചെയ്യാൻ പോകുന്നത്. Therefore g of y is equal to നമ്മൾ ആദ്യം f of f എഴുതുന്നു n1 raised to n1 by 2, n2 raised to n2 by 2 divided by beta n1 by 2, n2 by 2, f raised to n1 by 2 divided by n1f plus n2 whole raised to n1 plus n2 into 1 divided by modulus of dy by df. അപ്പോൾ 1 divided by 1 by f square ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ 1 divided by 1 by f square ആണ് ഇവിടെ -1. 1 divided by 1 by f squareനെ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇൻറ്റു എഫ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു n1 raised to n1 by 2, n2 raised to n2 by 2 divided by beta n1 by 2, n2 by 2, f raised to n1 by 2 minus 1. പിന്നെ ഈ എഫ് റേസ് ടു 2 മുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ എഫ് റേസ് ടു 2 ഇവിടെ ഞാൻ മുകളിലേക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു 2 എന്ന് പറഞ്ഞ പവർ കൂടി ഉണ്ടോ അല്ലേ. അപ്പോൾ ഇവിടെ അതിൻ്റെ +2 എന്ന് കൂടി ഞാൻ ഒന്നിച്ചിട്ട് എഴുതുകയാണ്. ഡിവൈഡഡ് ബൈ n1f പ്ലസ് n2 ഹോൾ റേസ് ടു n1 പ്ലസ് n2. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ സംഭവിക്കുക? ഇവിടെ എഫ് റേസ് ടു n1 by 2
പ്ലസ് 1 ആണ് ഇവിടെ വരാൻ പോകുന്നത് അല്ലേ. ഇവിടെ വരാൻ പോകുന്നത് ഇതിനെ മാറിയിട്ട് ഇവിടെ n1/2 പ്ലസ് 1 എന്ന് നമുക്ക് പവറിൽ വരും അല്ലേ. പിന്നെ നമ്മൾ വൈൻ്റെ PDF ആണ് എഴുതുന്നത്. അത് ഇൻ ടേംസ് ഓഫ് വൈ ആയിരിക്കണം അല്ലേ. ഇവിടെ എഫ് ആ വന്നിരിക്കുന്നത്. അപ്പോൾ എഫിനെ ഞാൻ വൈയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ വൈ എഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വൈൻ്റെ ടേംസിൽ എഴുതുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് y ഇസ് ഈക്വൽ ടു 1/f എന്നാണ് അല്ലേ. അപ്പോൾ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1/y എന്നിവിടെ മാറ്റി എഴുതാം. അപ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് n1 റേസ് ടു n1/2 n2 raised to n2/2 divided by beta n1/2 comma n2/2 into ഇവിടെ നമുക്ക് ഓൾറെഡി എഫ് റേസ് ടു n1/2 പ്ലസ് 1 ഉണ്ടാവും. ആ സ്ഥാനത്ത് ഞാൻ 1/y എഫിൻ്റെ സ്ഥാനത്ത് 1/y കൊടുക്കുകയാണ്. 1/y റേസ് ടു n1/2 പ്ലസ് 1 എന്ന് നമ്മൾ എഴുതി. ഡിവൈഡഡ് ബൈ താഴെ വരുമ്പം n1 ഇൻറ്റു എഫ് വന്ന സ്ഥാനത്ത് നേരത്തെ പറഞ്ഞ മാതിരി 1/y പ്ലസ് n2 ഹോൾ റേസ് ടു n1 പ്ലസ് n2 എന്ന് നമ്മൾ എഴുതും. ഇനി നമുക്ക് 1/y റേസ് ടു എന്നുള്ളതിന് y റേസ് ടു മൈനസ് ഓഫ് n1/2 മൈനസ് 1 എന്ന് മാറ്റി എഴുതാം. അതുമാതിരി ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുകയും ചെയ്യും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, അതായത് g ഓഫ് y ഇസ് ഈക്വൽ ടു n1 raised to n1/2 n2 raised to n2/2 divided by beta n1/2 comma n2/2 into ഇവിടെ y raised to നമ്മൾ എഴുതുന്നത് മൈനസ് n1/2 മൈനസ് 1 1/y raised to n1/2 പ്ലസ് 1നെയാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? y raised to മൈനസ് n1/2 മൈനസ് 1 എന്ന്. ഇനി ഡിനോമിനേറ്ററിൽ വരുമ്പം അവിടെ n1 പ്ലസ് n2y ഡിവൈഡഡ് ബൈ y ഹോൾ റേസ് ടു n1 പ്ലസ് n2/2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു n1 റേസ് ടു n1/2 n2 റേസ് ടു n2/2 ഡിവൈഡഡ് ബൈ ബീറ്റ n1/2 കോമ n2/2. അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ y റേസ് ടു മൈനസ് n1/2 മൈനസ് 1 ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പം ഇവിടെ n1 പ്ലസ് n2y ഹോൾ റേസ് ടു n1 പ്ലസ് n2/2 ഡിവൈഡഡ് ബൈ y റേസ് ടു n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ 2 എന്ന് ഈ ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ y റേസ് ടു n1 പ്ലസ് n2/2നെ നമുക്ക് അതേപോലെ എവിടേക്ക് കൊണ്ടുവരാം? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഞാൻ എന്താ എഴുതുന്നത്? ഇൻറ്റു y റേസ് ടു n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ 2 എന്നാണ് എഴുതുന്നത്. ഡിവൈഡഡ് ബൈ താഴെ n1 പ്ലസ് n2y ഹോൾ റേസ് ടു n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ 2 എന്നും വരുന്നുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് y ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n2, n1 എന്നാണ് കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ n2ൻ്റെ ടേമിന് ആദ്യം എഴുതുന്നു. യാതൊരു വ്യത്യാസം വരുന്നില്ല, നമ്മൾ എഴുതുന്ന പാറ്റേൺ വ്യത്യാസം വരുത്തുന്നു എന്ന് മാത്രം. അപ്പോൾ n2 റേസ് ടു n2/2 എന്ന് ആദ്യം എഴുതുന്നു. ഇൻറ്റു n1 റേസ് ടു n1/2 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ഇവിടെ ബീറ്റ ഞാൻ n2/2 കോമ n1/2 എന്ന് ഇവിടെ മാറ്റി എഴുതി. ഇനി ഇവിടെ ന്യൂമറേറ്ററിൽ എന്താ വരിക നോക്കാം. അപ്പോൾ y റേസ് ടു വൈയുടെ പവേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ മൈനസ് n1/2 മൈനസ് 1 ഉണ്ട്, പ്ലസ് n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ 2, അതായത് n1/2 പ്ലസ് n2/2 എന്ന് നമുക്ക് എഴുതാം അല്ലെ. അപ്പം ന്യൂമറേറ്ററിൽ വരുന്ന ഈ മൈനസ് n1/2ഉം ആ പവറിൽ വരുന്ന സാധനങ്ങൾ അല്ലേ, n1/2ഉം രണ്ടും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ വൈയുടെ പവറിൽ ആരേ ഉണ്ടാവുള്ളൂ ബാക്കി? y റേസ് ടു n2/2 മൈനസ് 1. ഇവിടെ y റേസ് ടു n2/2 മൈനസ് 1 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മളിത് തിരിച്ചെഴുതുന്നു. n2y പ്ലസ് n1 ഹോൾ റേസ് ടു n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതുന്നു. ആൻഡ് y ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ദിസ് ഇസ് ദ PDF ഓഫ് g ഓഫ് y അല്ലേ. g ഓഫ് y എന്ന് പറഞ്ഞാൽ 1/fൻ്റെ PDF ആണ്. അപ്പോൾ നമുക്ക് പറയാം
y is equal to 1 by f follows a f distribution with parameters n2, n1. അടുത്ത question. Let x bar be the mean of n random samples taken from n mu, sigma and s square be the sample variance. Establish that x bar minus mu into root of n minus 1 divided by s follows t distribution with n minus 1 degrees of freedom. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ബാർ എന്താണെന്നാണ്. ഇറ്റ്സ് എ മീൻ ഓഫ് എ സാമ്പിൾ ടേക്കൺ ഫ്രം എൻ മ്യൂ സിഗ്മ. അപ്പം എൻ മ്യൂ സിഗ്മയെന്ന് സാമ്പിളുകൾ എടുക്കുകയാണെങ്കിൽ സാമ്പിൾ മീൻ എക്സ് ബാർ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഇസ് എൻ മ്യൂ സിഗ്മ ബൈ റൂട്ട്. എക്സ് ബാർ വിൽ ഫോളോ എൻ മ്യൂ സിഗ്മ ബൈ റൂട്ട്. അതായത് എക്സ് ബാർ ഒരു നോർമൽ റാൻഡം വേരിയബിൾ ആയിരിക്കും വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദറ്റ് ഈസ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് ഇറ്റ്സ് മീൻ മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട്. ഇത് ഫോളോ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ n01 ആയിരിക്കും. അപ്പം സെഡ് ഇസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് എസ് സ്ക്വയറിനെ നോക്കാം. എസ് സ്ക്വയർ എന്ന് പറയുന്നത് സാമ്പിൾ വേരിയൻസ് ആണ്. അപ്പോൾ എസ് സ്ക്വയർ സാമ്പിൾ വേരിയൻസ് ആണ് ഓഫ് സാമ്പിൾസ് ടേക്കൺ ഫ്രം എൻ മ്യൂ സിഗ്മ ദെൻ എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. ദിസ് വിൽ ഫോളോ എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളും ഉണ്ട്, ഒരു കൈ സ്ക്വയർ വേരിയബിളും ഉണ്ട്. അപ്പോൾ നമുക്കൊരു അറിയുന്ന ഒരു റിസൾട്ടാണ് ഇഫ് സെഡ് ഫോളോസ് n01. ഇഫ് സെഡ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ് ആൻഡ് വൈ ഫോളോസ് കൈ സ്ക്വയർ n. കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ ആണ് y എന്ന് പറയുന്നത്. ദെൻ സെഡ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് y ബൈ n വിൽ ഫോളോ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പം നമ്മളെ കയ്യിൽ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഉണ്ട്. അതേതാണ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട്. അതാണ് നമ്മളെ കയ്യിലുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. പിന്നെ നമ്മളെ കയ്യിൽ ഒരു കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ ഇവിടെ തന്നിട്ടുണ്ട് എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. ഇത് ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് n മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു ടി റാൻഡം വേരിയബിൾ ഉണ്ടാക്കാം. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട്. അത് നമ്മളെ സെഡ് റാൻഡം വേരിയബിൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് കൈ സ്ക്വയർ വേരിയബിൾ ബൈ ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടുത്തെ കൈ സ്ക്വയർ വേരിയബിൾ ഏതാണ്, എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ divided by its degrees of freedom, that is n minus 1. This will follow a t distribution with n minus 1 degrees of freedom. അതായത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കൈ സ്ക്വയറിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം തന്നെയായിരിക്കും. ദിസ് വിൽ ഫോളോ എ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഹിയർ ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് അല്ലേ. ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ റൂട്ട് n ഉണ്ട്, റൂട്ട് ഓഫ് എസ് സ്ക്വയർ എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ എസ് എന്ന് എഴുതാം റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ. ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയറും റൂട്ടിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ നമുക്ക് അതിനെ സിഗ്മ എന്ന് കൊടുക്കാം. ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n മൈനസ് 1. ഇങ്ങനെ നമ്മൾ റൂട്ട് സെപ്പറേറ്റ് ആക്കി മാറ്റി അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള സിഗ്മയും ഈ സിഗ്മയും ക്യാൻസൽ ആയിപ്പോയി അല്ലേ. പിന്നെ എന്തുണ്ട്, ഒരു റൂട്ട് എന്നും ഈ റൂട്ട് എന്നും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ബാക്കി വരുന്നത് നോക്കാം, എക്സ് ബാർ മൈനസ് മ്യൂ എന്നുണ്ട്. പിന്നെ ഏറ്റവും ഡിനോമിനേറ്ററുള്ള റൂട്ട് ഓഫ് n മൈനസ് 1 അത് നമ്മൾ മുകളിലേക്ക് ഉണ്ടാവും അല്ലേ. ഇത് ഇവിടേക്ക് കൊണ്ട് ഡിവൈഡഡ് ബൈ എസ്. ദിസ് വിൽ ഫോളോ ടി n മൈനസ് 1. ഇതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. Define student's t distribution, and if x1 and x2 are two independent standard normal variables, prove that t is equal to
root 2x1 divided by root of x1 square plus x2 square follow t distribution with 2 degrees of freedom. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് ആദ്യം നോക്കാം. ഡിഫൈൻ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഇതിന്റെ ഡെഫിനിഷൻ, ലെറ്റ് ടി ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ assuming values in the range minus infinity to plus infinity, and if PDF of t is given by f of t is equal to 1 by root n beta half comma n by 2 1 plus t square by n whole raised to minus of n plus 1 by 2 comma minus infinity less than t less than plus infinity, then t is said to follow a student's t distribution with n degrees of freedom. ഇതാണ് സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. അതായത് ഇവിടെ നമുക്ക് രണ്ട് ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് തന്നിട്ടുണ്ട്, x1ഉം x2 അല്ലേ. എന്നിട്ട് അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ x1 ഫോളോസ് n01, that is a standard normal variable, and x2 also follows n01. നമുക്ക് രണ്ട് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് ഉണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? x1 സ്ക്വയർ വിൽ ഫോളോ, അതായത് x1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അത് ഫോളോ ചെയ്യുന്ന ഏത് ഡിസ്ട്രിബ്യൂഷനാണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. സിമിലർലി x2 സ്ക്വയർ, this is again a square of a standard normal variable. This will follow a chi-square distribution with 1 degree of freedom. അപ്പം നമ്മുടെ കയ്യിലിപ്പം രണ്ട് chi-square random variables നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അങ്ങനെയാണെന്ന് ഇവരുടെ സമ്മ് നോക്കാം. x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. അപ്പോൾ സം ഓഫ് 2 chi-square random variables. ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ വിൽ ഫോളോ a chi-square distribution with 1 plus 1, അതായത് 2 degrees of freedom. അത് chi-square ഡിസ്ട്രിബ്യൂഷന്റെ എഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. രണ്ട് ഇൻഡിപെൻഡന്റ് chi-square റാൻഡം വേരിയബിൾസിന്റെ സമ്മും എന്തുതന്നെയായിരിക്കും? chi-square റാൻഡം വേരിയബിൾ ആയിരിക്കും. ആൻഡ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദെയർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഇസ് എ chi-square റാൻഡം വേരിയബിൾ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് കാണേണ്ടത് t is equal to root 2x1 divided by root of x1 square plus x2 square follows t2 എന്നാണ് കാണിക്കുന്നത്. t distribution with 2 degree of freedom അല്ലേ. അപ്പം നമുക്ക് t distribution ഒരു പ്രോപ്പർട്ടി എന്താണ് അറിയുന്നത് വെച്ചാൽ, നമ്മളെ കയ്യിലൊരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഉണ്ട്. z is a standard normal variable and y is a chi-square random variable with n degree of freedom. അങ്ങനെയാണെന്ന് വെച്ചാൽ z divided by root of y by n will follow a t distribution with n degrees of freedom. A standard normal divided by root of chi-square by its degrees of freedom will follow a t distribution with n degree of freedom. അപ്പോൾ ആ റിസൾട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ x1 എടുക്കുന്നു അല്ലേ. നമുക്ക് കാണേണ്ടത് t ആണ് അല്ലേ. t is equal to x1 divided by root 2x1 divided by root of x1 square plus x2 square. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതുന്നു. This is equal to x1 divided by square root of x1 square plus x2 square by 2. അതായത് ഈ റൂട്ട് 2നെ ഈ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുവരിക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എനിക്ക് എന്താ വന്നിരിക്കുന്നത്? ഈ ഒരു ചെറിയ മാറ്റം വരുത്തിയപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് x1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ അല്ലേ. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ z ആണ് മുകളിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്താണ്? ഒരു chi-square റാൻഡം വേരിയബിൾ ആണ് വിത്ത് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. അതിന് എന്തുകൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് നോർമൽ വന്നിട്ടുണ്ട്. താഴെ റൂട്ട് ഓഫ് chi-square ബൈ ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? ദിസ് വിൽ ഫോളോ എ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 2 degrees of freedom.